ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 6-ലെ 9-ാമത്തെ ശ്ലോകം പഠിക്കാം. നമുക്ക് ശ്ലോകം ചൊല്ലാം. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലാഃ നാഡ്യസരിത്സമുദയസ്തരവശ്ചരോമ ജിയാദിദം വപുരനിർവചനീയമീശ. നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. സംസാരചക്രമയി ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലാഃ. സംസാരചക്രം ജനനമരണ ജീവിതചക്രം. അയി അല്ലയോ ചക്രധര സുദർശന ചക്രം ധരിച്ചവനെ ഭഗവാനെ. ക്രിയാസ്തേ തേ ക്രിയാഹ തേ അങ്ങയുടെ ക്രിയാഹ പ്രവൃത്തികളാകുന്നു. അല്ലയോ ചക്രധരനായ ഭഗവാനെ, ഈ സംസാരചക്രമെന്ന് പറയുന്നത് അങ്ങയുടെ പ്രവൃത്തി വ്യാപാരങ്ങളാകുന്നു. വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലാഃ. വീര്യം പരാക്രമം, അങ്ങയുടെ പരാക്രമം. മഹാസുരഗണോ മഹാസുരഗണഃ മഹാശക്തിയുള്ള അസുരന്മാരുടെ കൂട്ടം ആകുന്നു അങ്ങയുടെ പരാക്രമം. അസ്ഥികുലാനി ശൈലാഃ. അസ്ഥികുലാനി എന്നാൽ അസ്ഥിക്കൂട്ടങ്ങൾ. അങ്ങയുടെ ശരീരത്തിലെ അസ്ഥികൾ ശൈലാഃ മഹാപർവ്വതങ്ങൾ ആകുന്നു. അല്ലയോ ചക്രധരനായ ഭഗവാനെ, അങ്ങയുടെ പ്രവൃത്തികളാകുന്നു സംസാരചക്രമായിരിക്കുന്നത്. അങ്ങയുടെ പരാക്രമം മഹാശക്തിയുള്ള അസുരന്മാരുടെ കൂട്ടവും അങ്ങയുടെ ശരീരത്തിലെ അസ്ഥികളാകട്ടെ മഹാപർവ്വതങ്ങളും ആകുന്നു. നാഡ്യ സരിത്സമുദയസ്തരവശ്ചരോമ ജിയാദിദം വപുരനിർവചനീയം ഈശ. നാഡ്യ നാഡ്യഃ നാഡീഞരമ്പുകൾ, ഭഗവാന്റെ രക്തക്കുഴലുകൾ അല്ലെങ്കിൽ സിരകൾ. സരിത് സമുദയ, സരിത്ത് എന്നാൽ പുഴ, സമുദയം എന്നാൽ കൂട്ടം. സരിത് സമുദയ പുഴകളുടെ കൂട്ടമാകുന്നു ഭഗവാനെ അങ്ങയുടെ നാഡീഞരമ്പുകൾ ആയിരിക്കുന്നത്. തരവശ്ചരോമ, തരവഹ തരുക്കൾ അല്ലെങ്കിൽ മരങ്ങൾ. ച മരങ്ങൾ ആകട്ടെ രോമ അങ്ങയുടെ ശരീരത്തിലെ രോമങ്ങളും ആകുന്നു. പുഴകളുടെ കൂട്ടമാകുന്നു അങ്ങയുടെ നാഡീഞരമ്പുകൾ, മരങ്ങൾ അങ്ങയുടെ രോമങ്ങളും ആകുന്നു. ജിയാദിദം വപുരനിർവചനീയം ഈശ. ജിയാദിദം ജിയാത് ജയിക്കട്ടെ, ഇതം ഇങ്ങനെയൊക്കെയുള്ള വപുരനിർവചനീയം വപുർ വപുഹു അങ്ങയുടെ ദേഹം അല്ലെങ്കിൽ അങ്ങയുടെ സ്വരൂപം. അനിർവചനീയം നിർവചിക്കാൻ സാധ്യമല്ലാത്ത, വിവരിക്കാൻ സാധ്യമല്ലാത്തതാണ് അങ്ങയുടെ ഈ സ്വരൂപം. അങ്ങനെയുള്ള അങ്ങയുടെ ഈ സ്വരൂപം ജിയാദിദം വിജയിക്കട്ടെ, ഇതം ഇങ്ങനെയുള്ള അങ്ങയുടെ അനിർവചനീയമായ ഈ വപു ദേഹം അല്ലെങ്കിൽ സ്വരൂപം. ഈശ അല്ലയോ ഭഗവാനെ, ഇങ്ങനെയൊക്കെയുള്ള അങ്ങയുടെ സ്വരൂപത്തെ ആർക്കും വിവരിക്കാൻ സാധ്യമല്ലാത്തതാകുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ വിരാട് സ്വരൂപം വിജയിക്കട്ടെ എന്നാണ് ഈ അവസാനത്തെ വരിയിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. അല്ലയോ ചക്രപാണേ ഭഗവാനെ, അങ്ങയുടെ പ്രവൃത്തികളാകുന്നു ഈ സംസാരചക്രമായിരിക്കുന്നത്. അങ്ങയുടെ പരാക്രമം മഹാശക്തിയുള്ള അനേകം അസുരന്മാരുടെ കൂട്ടമാകുന്നു. അങ്ങയുടെ ശരീരത്തിലെ അസ്ഥിക്കൂട്ടങ്ങളാകട്ടെ മഹാപർവ്വതങ്ങളും ആകുന്നു. പുഴകളാകുന്നു അങ്ങയുടെ നാഡീഞരമ്പുകൾ, മരങ്ങൾ അങ്ങയുടെ രോമങ്ങളും ആയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന അങ്ങയുടെ ആർക്കും വിവരിക്കാൻ സാധ്യമല്ലാത്ത സ്വരൂപം വിജയിക്കട്ടെ അല്ലയോ ഭഗവാനെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈല
നാട്യസരിത്സമുദയസ്തരവശ്ചരോമ ജിയാദിതം വപുരനിർവചനീയമീശ. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലാഹ നാട്യസരിത്സമുദയസ്തരവശ്ചരോമ ജിയാദിതം വപുരനിർവചനീയമീശ. 10ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.